NTPC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. Distance from Chandigarh to Amritsar is covered in 4.5 hours at a speed of 50 km/h. By how much should the speed increased to save 30 minutes of the travel time? അതായത് ചണ്ഡീഗഡിൽ നിന്ന് അമൃത്സറിലേക്ക് 50 km/h സഞ്ചരിക്കുമ്പോൾ 4.5 മണിക്കൂർ വേണം അവിടെ എത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സ്പീഡ് കൂട്ടിയാലാണ് 30 മിനിറ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുക? അതായത് 4.5 മണിക്കൂർ കൊണ്ട് എത്തുന്നത് 4 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ എത്ര സ്പീഡ് കൂട്ടണം? സോ നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് 4 മണിക്കൂർ കൊണ്ടാണെങ്കിലും 4.5 മണിക്കൂർ കൊണ്ടാണെന്നുണ്ടെങ്കിലും എത്തേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ടു അമൃത്സർ ആണ്. ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. സോ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. സോ ഇവിടെ ടൈമിന്റെ റേഷ്യോ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെ ഏതൊക്കെയാണ് ടൈം എന്ന് പറയുന്നത്? 4.5 മണിക്കൂർ കൊണ്ടാണ് ഫസ്റ്റ് കേസിൽ എത്തുന്നത്. സോ 4.5 ആണ് ഫസ്റ്റത്തെ ടൈം എന്ന് പറയുന്നത്. സോ ഇത് ടൈമിന്റെ റേഷ്യോ ആണ്. പിന്നെന്താണ്? 30 മിനിറ്റ് നേരത്തെ എത്തണം, അല്ലെങ്കിൽ 30 മിനിറ്റ് നമുക്ക് അവിടെ സേവ് ചെയ്യണം. 4.5 മണിക്കൂർ കൊണ്ട് എത്തുന്നത് 4 മണിക്കൂർ കൊണ്ട് എത്തിയാലാണ് എന്താണ് 30 മിനിറ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് കേസിലെ ടൈം എത്രയാണ്? 4 മണിക്കൂറാണ്. സോ ഇതെന്താണ്? ടൈമിന്റെ റേഷ്യോ ആണ്. സോ നമുക്ക് ഈ റേഷ്യോനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 45ഉം 40ഉം ആയിട്ട് മാറും അല്ലേ? സോ ഈ 45ന് 40ന് നമ്മൾ ചെറുതാക്കുകയാണെങ്കിൽ 5 എന്ന് പറയുന്നത് 9 ടൈംസ് ആണ്. ഇവിടെ 5 എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. സോ 9:8 ആയിരിക്കും എന്ത് ഈ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡിന്റെ റേഷ്യോ എന്തായിരിക്കും? സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ടൈമിന്റെ റിവേഴ്സ് റേഷ്യോയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? സ്പീഡ് ഉണ്ടായിരിക്കുക. സോ സ്പീഡിന്റെ റേഷ്യോ നമുക്കറിയാം. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്തായി മാറി? 9:8 പകരം എന്തായി മാറി? 8:9 ആയി മാറും. 8:9 ആയിരിക്കും സ്പീഡിന്റെ റേഷ്യോ. ഫസ്റ്റ് കേസിൽ 8 യൂണിറ്റ് ആയിരുന്നു സ്പീഡ്. സെക്കൻഡ് കേസിൽ എത്രയാക്കി മാറ്റണം? 9 യൂണിറ്റ് ആയി മാറണം. അതായത് 1 യൂണിറ്റ് എന്തായിരിക്കണം? ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണല്ലോ ചോദ്യം. 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് സ്പീഡ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതായത് ഇൻക്രീസ് ചെയ്യേണ്ട സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്പീഡ് എത്രയാണ്? 50 km/h ആണ്. സോ 8 എന്ന് പറയുന്നത് 50 km/h ആണ്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് ഉള്ള സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 യൂണിറ്റ് ആണല്ലോ ഇൻക്രീസ് ചെയ്യേണ്ടേ. 8 യൂണിറ്റ് 50 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 50/8 ആയിരിക്കും. എത്ര വരും? നമുക്കറിയാം 6.25 കിലോമീറ്റർ ഇൻക്രീസ് ചെയ്താലാണ് എന്ത് സംഭവിക്കുള്ളൂ? അരമണിക്കൂർ നേരത്തെ നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് സെക്കൻഡ് വൺ, ടൈം ആൻഡ് വർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വരുന്ന NTPC എക്സാമിന് എന്തായാലും ആ ഒരു ടൈപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ ഒരു എക്സാമ്പിൾ നോക്കാം. P and Q can complete a piece of work in 28 ഡേയ്സും 35 ഡേയ്സും. P begins to do the work and they work alternatively one at a time for 1 day each. In how many days will whole work be completed? അതായത് PQ എന്ന് പറയുന്ന 2 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. P ഉണ്ട്, അതുപോലെ തന്നെ Q ഉണ്ട്. P കംപ്ലീറ്റ് ചെയ്യുന്നത് 28 ഡേയ്സ് കൊണ്ടാണ്. 28 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. Q കംപ്ലീറ്റ് ചെയ്യുന്നത് 35 ഡേയ്സ് കൊണ്ടാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് പേരുടെയും നമ്പർ ഓഫ് ഡേയ്സിന്റെ LCM എടുത്താൽ മതി. 28, 35 എന്ന് പറയുന്നതിന്റെ LCM നമ്മൾ എടുത്താൽ എന്ത് വരും? 140 ആയിരിക്കും അതിന്റെ LCM. ആ 140 എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ടോട്ടൽ വർക്ക് 140 ആയിരിക്കും. ടോട്ടൽ വർക്ക് ഞാൻ TW എന്ന് ഇടുന്നുണ്ട്. ഓക്കെ. സോ P എന്ന് പറയുന്ന ആള് 28 ദിവസം കൊണ്ടാണ് 140 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ P ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? 140 ആണ് ടോട്ടൽ വർക്ക്. Pക്ക് അത് ചെയ്ത് തീർക്കാനായിട്ട് 28 ദിവസം വേണം. സോ 140 28 എത്ര ടൈംസാ? 5 ടൈംസ് പോവും. അതായത് P ഒരു ദിവസം 5 ജോലി ചെയ്താലാണ് 28 ദിവസം കൊണ്ട് ആ 140 വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ Pയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് എന്ത്? 5. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഒരു ദിവസം ആള് ചെയ്യുന്ന ജോലിയാണ് ആളുടെ എഫിഷ്യൻസി. ഓക്കെ. സോ അപ്പോൾ ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 140 ഡിവൈഡഡ് ബൈ 35 എത്രയായിരിക്കും? 4 ആയിരിക്കും. Q ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം? 4 ജോലി ചെയ്യണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവരിങ്ങനെയാണ് ജോലി ചെയ്തു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. P ആണ് ആദ്യം വർക്ക് ചെയ്യുന്നത്, പിന്നെ ആരാണ്? Q ചെയ്യും, പിന്നെ അഗൈൻ എന്താണ്? പിറ്റേ ദിവസം P ചെയ്യും, പിന്നെ Q ചെയ്യും. അങ്ങനെ ഓരോ ദിവസം മാറിയാണ് ഇവർ ജോലി ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 2 ദിവസം കഴിയുമ്പോൾ പി ഒരു ദിവസം ജോലി ചെയ്തു, ക്യൂ മറ്റേ ദിവസം ജോലി ചെയ്തു, അതായത് തൊട്ടടുത്ത ദിവസം ജോലി ചെയ്തു. പിയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ്, ക്യൂവിൻ്റെ 4 ആണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ 5ഉം ക്യൂവിൻ്റെ 4ഉം കൂടെ ആഡ് ചെയ്താൽ 2 ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും? 2 ദിവസം കൊണ്ട് 9 വർക്ക് ഇവിടെ തീരും അല്ലേ? സോ നമുക്കിവിടെ എഴുതാം 2 days, 2 ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും? 9 വർക്ക് തീരും. ക്ലിയർ ആണല്ലോ? യെസ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര വർക്കാണ് ഇവിടുത്തെ? ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 140 വർക്കാണ്. ഈ 140 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. 9 വർക്ക് 2 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ദിവസം കൊണ്ട് എത്ര വർക്കാണ്? 4 ദിവസം കൊണ്ട് നമുക്ക് 18 വർക്ക് തീരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 20 ദിവസം കൊണ്ട് എത്രയാണ്? ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്രയായി? 20 ദിവസം കൊണ്ട് ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വർക്ക് തീരും? 90 വർക്ക് തീരും. നമുക്ക് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് 140 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇവിടെ എന്ത് വരണം? ഇവിടെ 140 വരണം. അല്ലെങ്കിൽ 140നോട് അടുത്ത ഒരു സംഖ്യ, ഇവിടെ 9ന്റെ മൾട്ടിപ്പിളില് 140നോട് അടുത്ത ഒരു സംഖ്യ ഏതാ? നമുക്കറിയാം 9 × 15 എന്ന് പറയുന്നത് 135 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 9നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 135 വർക്ക് വന്നു. ഈ 135 വർക്ക് തീരാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? ഈ 2നെ നമ്മൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ദിവസം മതി? 30 ദിവസം കൊണ്ട് എന്ത് കഴിയും? 135 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 30 ദിവസം കഴിഞ്ഞു. 2 പേരും കൂടെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്തിട്ട് 135 വർക്ക് അവിടെ കംപ്ലീറ്റ് ആക്കി. 30 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ പി, സെക്കൻഡ് ഡേ ക്യൂ, തേർഡ് ഡേ പി, ഫോർത്ത് ഡേ ക്യൂ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് 30 ദിവസം കൊണ്ട് 135 വർക്ക് കഴിഞ്ഞു. 31ാമത്തെ ദിവസം, അതായത് 30ാമത്തെ ദിവസം ആരായിരിക്കും ജോലി ചെയ്ത് അവസാനിച്ചിട്ടുണ്ടായിരിക്കുക? ആയുധം വെച്ച് കീഴടങ്ങിയത് ആരാണ്? ക്യൂ ആണ്. ലാസ്റ്റ് ഡേ 30ാമത്തെ ദിവസം, ഫസ്റ്റ് ഡേ പി, സെക്കൻഡ് ഡേ ക്യൂ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ 30ാമത്തെ ദിവസം ക്യൂ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി 31ാമത്തെ ദിവസം വർക്ക് ചെയ്യണം. കാരണം എന്താ? ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയോ? 135 വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എത്ര വർക്ക് ഉണ്ട്? ഒരു 5 വർക്കും കൂടെ ബാക്കിയുണ്ട്. 140 ടോട്ടല് നമുക്കറിയാം. സോ പി ആണ് 31ാമത്തെ ദിവസം വർക്ക് ചെയ്യുന്നത്. പി ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ എത്ര വർക്ക് തീരും? 5 വർക്ക് തീരും. നമുക്കിവിടെ കുറവുള്ളതും എത്രയാ? 5 വർക്ക് തന്നെയാണ്. സോ പി എന്ന് പറയുന്ന ആള് ഒരു ദിവസം കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എത്ര വർക്ക് തീരും? 5 വർക്കും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ എത്ര വരും? 140 വർക്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നു. എത്ര ദിവസം കൊണ്ട്? 30 + 1 31 ഡേയ്സ് കൊണ്ട് നമുക്ക് എത്ര വർക്ക് തീരും? 140 വർക്ക് തീരും. അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ? 31. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് തേർഡ് വൺ, and this is the next one. A chord of length 6 cm subtends an angle of 60 degree at the center of the circle. The length in centimeter of the chord that subtends an angle of 120 degree at the center of the same circle is. വേറെ ഒന്നുമില്ല, ഒരു സർക്കിളിലെ ഒരു കോഡ് ഉണ്ട്. 6 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. അത് 60 ഡിഗ്രി ആണ് അതിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അതേ സർക്കിളിലെ മറ്റൊരു കോഡ് ഉണ്ട്. അത് 120 ഡിഗ്രിയാണ് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്കിൽ ആ കോഡിന്റെ ലെങ്ത് ആണ് ചോദ്യം. വേറെ ഒന്നുമില്ല, നമുക്കറിയാം ജോമെട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് തിയറംസും റിസൾട്ടുകളും കോൺസെപ്റ്റുകളും ഒക്കെ ഉള്ള ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടി വരും. സോ ഈ ക്വസ്റ്റൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. ദിസ് ഈസ് എ സർക്കിൾ ആൻഡ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എന്തുണ്ട്? ഒരു കോഡ് ഉണ്ട്. കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് കോഡിന്റെ ലെങ്ത്. സോ ഇതാണ് 6 സെന്റിമീറ്റർ. ഓക്കെ, സോ പിന്നെ പറയുന്നത് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ ഈ ആംഗിൾ എന്തായി വന്നു? 60 ഡിഗ്രി ആയിട്ട് വന്നു. നമുക്കറിയാം സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. സോ ഇവിടെ എന്ത് വന്നു? ഈ 2 സൈഡുകൾ, ഈ 2 ലെങ്ത്തുകൾ ഈക്വൽ ആണ്, രണ്ടും റേഡിയസ് ആണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് ഇതും, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഈ ആംഗിളും. സോ ആ 2 ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾറെഡി 60 ഡിഗ്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ബാക്കിയുള്ള 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആ 2 ആംഗിളിന്റെ സം എന്ത് വരും? 120 വരും. അപ്പോൾ 120 ആണ് സം എങ്കിൽ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിളും എത്രയാണ്? 60 ഡിഗ്രി വീതമായിരിക്കും ഓരോ ആംഗിൾസും വരിക. സോ ദിസ് ഈസ് 60, ഇതും എത്രയായിരിക്കും? 60 ആയിരിക്കും. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്.
എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഈ ട്രയാങ്കിൾ എന്തായി മാറി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി മാറി. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, അതുപോലെ തന്നെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. സോ ഇത് 6 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേഡിയസ് ആയിട്ട് വരുന്ന ഈ 2 സൈഡുകളും എന്തായിരിക്കും? 6 സെന്റിമീറ്റർ തന്നെയായിരിക്കും. എല്ലാ ആംഗിൾസും ഈക്വൽ, എല്ലാ സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 120 ഡിഗ്രി സബ്ടെൻഡ് ചെയ്യുന്ന മറ്റൊരു കോഡ് ഉണ്ട് ഇവിടെ. ആ കോഡാണ് ആളാരാണ്? ഇവനാണ് ആള് അല്ലേ? സോ ഈ കോഡ് സർക്കിളിന്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. സോ ഈ ആംഗിളാണ് 120 ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കറിയാം സർക്കിളിന്റെ സെൻറ്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ഈ 2 ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? ഇതും റേഡിയസ് തന്നെയാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. എത്ര തന്നെയാണ്? ഇതും 6 തന്നെയാണ്, ഇതും 6 ആണ്. 6 സെന്റിമീറ്റർ വീതമാണ് റേഡിയസ്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ആംഗിൾ മാത്രമേ നമുക്കറിയൂ 120 ഡിഗ്രി ആണെന്ന്. പിന്നെ അറിയാവുന്നത് 2 ഈക്വൽ ആയിട്ടുള്ള സൈഡുകളാണ്. സോ ഈ ട്രയാങ്കിളിനെ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്, നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ മറ്റു പല റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളുടെ സൈഡുകളും ആംഗിളുകളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓർത്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ, ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ആംഗിളും സൈഡുകളുടെ റേഷ്യോയും നമ്മൾ ഓർത്ത് വെക്കണം. സോ ഈ ആംഗിൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയാണ്? 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ് ആണല്ലോ. ഈക്വൽ ആയിട്ടുള്ള സൈഡുകളെ നമ്മൾ 1 യൂണിറ്റ് വീതം കൺസിഡർ ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട്, 1 യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നതും 1 യൂണിറ്റ് ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് 180 ആണ്. അതിലെ ഒരു ആംഗിൾ 120 ആണ്. ബാക്കിയുള്ള 2 ആംഗിളുകൾ ഈക്വൽ ആണ്, കാരണം ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 120 പ്ലസ് 60 വന്നാലാണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് 180 ആവുള്ളൂ. ആ 60 എന്ന് പറയുന്നത് 2 ഈക്വൽ ആംഗിൾസിൻ്റെ സം ആണെങ്കിൽ ആ ഈക്വൽ ആംഗിൾസ് എത്രയായിരിക്കും? 30 ആയിരിക്കുമല്ലോ, ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ട്രയാങ്കിൾ ഏതാണ്? ഇവിടുത്തെ ട്രയാങ്കിൾ ആണ് 30, 30, 120. ഇങ്ങനെ ആംഗിളുകൾ 30, 30, 120 വന്നാൽ ആ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ നമ്മൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1:1:√3 ആയിരിക്കും. ഇത് രണ്ടും 1 ആണ്. നമ്മൾ പറഞ്ഞു ഈക്വൽ സൈഡ്. 120 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ലോങ്ങസ്റ്റ് സൈഡ് എത്രയായിരിക്കും? √3 യൂണിറ്റ് ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഈസിയായി എന്തായി? ഇത് 120, 30, 30 ഉള്ള ഈ ട്രയാങ്കിളിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ ഓരോ യൂണിറ്റ് ആണെങ്കിൽ √3 ആയിരിക്കും 120 ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അപ്പോൾ 6 യൂണിറ്റ് ആണ് ഈക്വൽ സൈഡെങ്കിൽ 120ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയായിരിക്കും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ √3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6√3 ആയിരിക്കും ഈ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു മെത്തേഡും ഈ ഒരു കോൺസെപ്റ്റും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. ഇത് നമ്പർ സിസ്റ്റത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പലരും ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഡിവിസിബിലിറ്റി റൂളിൽ 11ൻ്റെ ഡിവിസിബിലിറ്റി വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിക്കുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡ് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ എന്താണ് നമ്പർ? 2561398A4 ഇതാണല്ലോ നമ്പർ. ഇതിനെന്താണ് 11 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, NTPCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സം എടുക്കും. 6 + 2 എന്ന് പറയുന്നത് 8 ആണ്. 8 + 3 എന്ന് പറയുന്നത് 11 ആണ്. 11 + A ആണ് ഇവിടെ വരുന്നത് അല്ലേ? സോ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 + A ആണ് ഒരു ഫേസിലുള്ളത്, അല്ലെങ്കിൽ ഓഡ് പ്ലേസുകളിലുള്ളത്. ഇനി എന്താണ്? നമ്മൾ ഈവൺ പ്ലേസുകളിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മാണ് 5 + 1 6 ആണ്. 6 + 9 എന്ന് പറയുന്നത് 15. 15 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണ്. സോ അത് നമ്മൾ എന്താണ്? ഈവൺ പ്ലേസിലുള്ള ഡിജിറ്റുകളുടെ അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എടുക്കണം ആണല്ലോ. സോ ഓഡ് പ്ലേസുകളിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മും ഈവൺ പ്ലേസിലുള്ള ഡിജിറ്റുകളുടെ സമ്മിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം? ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ആണല്ലോ. 11 11ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. സോ നമ്മൾ എന്താണ്? 0 എടുത്തു, കൺസിഡർ ചെയ്തു. ഇവിടെ എന്താ വരുന്നത്? 11 + A - 19 = 0. ഒരു സംഭവത്തിൽ നിന്ന് 19 കുറച്ചാൽ 0 ആണെങ്കിൽ, എടാ നമുക്കിത് ബ്രാക്കറ്റൊക്കെ തുറന്ന് 11ൽ നിന്ന് 9 കുറച്ച് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സ്മാർട്ടായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ 11 + A - 19 = 0. അപ്പോൾ ഈ 11 + A എന്തായിരിക്കണം? ഇതും 19 ആയിരിക്കണം. 19ൽ നിന്ന് 19 കുറച്ചാൽ മാത്രമാണ് 0 ആവുള്ളൂ.
അപ്പോൾ എന്തായിരിക്കും 11 പ്ലസ് എ 19 ആവണമെങ്കിൽ 11 പ്ലസ് എ 19 ആവണമെങ്കിൽ എ എന്തായിരിക്കണം? എ എന്ന് പറയുന്നത് 8 ആയിരിക്കണം. സോ അതല്ലേ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 8 ആയിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോർമലി ചെയ്തു വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു മെത്തേഡും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, എന്താണ് നമ്പർ എന്ന് പറയുന്നത്? 2 5 6 1 3 9 A 4. ഇതാണ് നമ്പർ എന്ന് പറയുന്നത് ആണല്ലോ. ഇതിനെ എല്ലാ നമ്പറിനെയും നമ്മൾ 2 ഡിജിറ്റുകളെ പെയറാക്കി. ഓക്കെ, 2 5 ഒരു പെയറാക്കി, 6 1 ഒരു പെയറാക്കി, 3 9 ഒരു പെയറാക്കി, A 4 നമ്മളൊരു പെയറാക്കി. സോ ഇവിടെ നമ്മൾ ഈ ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഡിഫറൻസ് എടുക്കാനായിട്ട് നോക്കുക. 2ൽ നിന്ന് 5 കുറച്ചു. അപ്പോൾ എത്രയാണ്? 2ൽ നിന്ന് 5 കുറയ്ക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റിൽ നിന്ന് സെക്കൻഡ് ഡിജിറ്റ് കുറയ്ക്കുന്നു. 2ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്രയാണ്? -3 ആണ് ആണല്ലോ. അതുപോലെ തന്നെ 6ൽ നിന്ന് 1 കുറയ്ക്കണം. അല്ലാതെ 1ൽ നിന്ന് 6 കുറയ്ക്കരുത്. ഒരേ ഡയറക്ഷനിലാവണം ഡിജിറ്റുകൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. 6ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 5 ആണ്. പോസിറ്റീവ് 5 ആണ് അല്ലേ. 3ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം. എത്ര വരും? -6 വരും. എയിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? A -4 വരും. A -4. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ഡിജിറ്റുകളുടെ പെയർ ആയിട്ടുള്ള ഡിജിറ്റുകളുടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ വന്ന വാല്യൂസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? -3 + 5 + -6 + A -4. ഇതെന്തായിരിക്കണം? 0യോ 11ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഓക്കെ, സോ ഇതെന്ത് വരും? നമുക്ക് -3 + 5 എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 ആണ് വരിക. 2 - 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? -4 വരും. -4 എന്ന് പറയുമ്പോൾ എന്ത് വരും? -8 വരും. -8 + A എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ എന്ത് മനസ്സിലായി? A എത്രയായിരിക്കണടാ? A എത്രയായിരിക്കണം ഇവിടെ? A എന്ന് പറയുന്നത് 8 ആയിരിക്കണം എന്ന് കിട്ടിയില്ലേ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A? 8 ആയിരിക്കും. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഇത് മറ്റൊരു മെത്തേഡാണ്. സോ ഓക്കെ, സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറച്ച് നമ്മൾ വെയിറ്റേജ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അരിത്തമെറ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ വെയിറ്റേജ് നമ്മൾ കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടത്. അത് വെച്ച് അഡ്വാൻസ് തീരെ പഠിക്കേണ്ടതെന്നല്ല, പഠിക്കണം. പക്ഷേ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലും ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം NTPC എക്സാമാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.